മുത്തശ്ശി, ഞാൻ സ്കൂളിലേക്ക് പോവാണ്. സൂക്ഷിച്ചു പോണേ മോളെ. ആദ്യം വെള്ളം കുടിക്കുക. അലിയ, നമ്മള് കുടുങ്ങിയെന്നാ തോന്നുന്നു. ആ ടീച്ചറില്ലേ, അവള് നമ്മുടെ സൈഡ് ഡിഷിനെ പൊക്കിക്കൊണ്ട് പോയിട്ടുണ്ട്. നമ്മൾ അവളെ എന്തെങ്കിലും ചെയ്തു അവള് പറഞ്ഞോടെ. നിനക്ക് വല്ല അറിയാവോ? പറഞ്ഞു കാണില്ലെന്നാ തോന്നുന്നത്. പക്ഷെ എങ്ങനെ അവള് പറഞ്ഞാൽ നമ്മളുടെ കാര്യം പോക്കാളിയാ. അങ്ങനെയൊന്നും സംഭവിക്കില്ല. നീ എന്താ ഈ പറയുന്നത്? നിനക്ക് ഇതൊന്നും വലിയ കാര്യമില്ലേ? നാട്ടിൽ ഇതെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ നമ്മുടെ കാര്യം പോക്കാ. അറിയാം, ഇതൊന്നും ആർക്കും അറിയാൻ പോകുന്നില്ല. അങ്ങനെ പറ, ശരിയാക്കിയേക്കാം. എന്തിനാ ഇവിടെ വീട്ടിൽ കൊണ്ടുവച്ചിരിക്കുന്നത്? മുത്തശ്ശി, ആരും ഇവിടെ ചീത്തയാക്കി കാട്ടിൽ വലിച്ചെറിഞ്ഞു. ദാ നോക്ക്, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ കുറിച്ച് നിനക്ക് അറിയില്ലേ? ഒന്നുമില്ലാത്ത കാര്യത്തിന് തന്നെ വലിയ പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. ഇവള് ആരും ഇല്ലാത്തവളാണ്. ഇവളെ ആവശ്യമില്ലാതെ വീട്ടിനകത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മളായിട്ട് പ്രശ്നം വിലക്ക് വാങ്ങിക്കണോ? അമ്മ, ആരാത്? ഒന്ന് പുറത്തേക്ക് വരണേ. എന്താ വേണ്ടത് നിങ്ങൾക്ക്? നിന്റെ മോൾ ഒരു പെങ്കൊച്ചിനെയും കൂട്ടിക്കൊണ്ട് വന്നിട്ടില്ലേ? അതിനിപ്പോ എന്താണ്? അങ്ങനെ കൊള്ളരുതാത്തവളൊന്നും വീട്ടിൽ കേട്ടാൻ പാടില്ലെന്ന് അറിയില്ലേ? പുറത്തിറങ്ങാൻ പറ. നിന്റെ പെണ്ണ് എന്തോന്നാ നാട്ടിലുള്ളവരോട് എങ്ങനെയാ പെരുമാറണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ നീ? ഇനിയിപ്പോ അവസാനം നാട്ടുകാരെല്ലാരും കൂടി ചേർന്ന് ആ പെങ്കൊച്ചിനെ ബലാത്സംഗം ചെയ്താന്നൊക്കെ നീ പറയുമല്ലോ. ഇങ്ങനത്തെ പെങ്കൊച്ചിനെ വീട്ടിൽ വെച്ചോണ്ടിരിക്കാൻ പാടില്ല അല്ലേ? ഈ നാട്ടിലെ ആചാരങ്ങളും നിയമങ്ങളും പാലിക്കാത്തത് കുറ്റമാണെന്ന് അറിയില്ല നിങ്ങൾക്ക്? പുറത്ത് വരാൻ പറ അവളെ. വിഷമിക്കണ്ട, ധൈര്യമായിട്ടിരിക്ക. എല്ലാം ഞാൻ നോക്കിക്കോളാം. നീ തന്നെ പറ, തെറ്റ് ചെയ്യുന്ന ആ പെങ്കൊച്ചിനെയും കൂട്ടി പിടിച്ചിരിക്കാൻ നിന്റെ മോള് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരും കൂടി തെറ്റ് ചെയ്യാൻ തുടങ്ങില്ലേ? നീ തന്നെ പറ. വായടിക്ക. ഇവിടെ ആരാ തെറ്റ് ചെയ്തത്? നിങ്ങൾ എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നേ? ഞങ്ങള് ചോദിക്കാതെ പിന്നെ ഇതിനൊക്കെ വേണ്ടി പഞ്ചായത്ത് വിളിക്കാൻ പറ്റുമോ? അതോ നിയമസഭയിൽ ചർച്ച ചെയ്യണോ? അയ്യടാ, ആരും അവളെ ചീത്തയാക്കിയിരിക്കുന്നു. അതാരെന്ന് കണ്ടുപിടിക്കാതെ ഞങ്ങളോട് മല്ലടിക്കാൻ വരാണോ? നിങ്ങളുടെ അഡ്വൈസ് ഒന്നും കേൾക്കേണ്ട കാര്യമില്ല. അവളോട് പുറത്തു വരാൻ പറ. പറ്റില്ല. എന്താ പറ്റാതെ? എന്തിനു വരാൻ പറയണം? തെറ്റില്ലാത്ത അവളെ വിളിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കും. അവളൊരു പാവമാണ്. പക്ഷെ അവൾ അവളുടെ ചാരിത്രം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. നീ പറയുവോ ഇല്ലെന്ന്? ആവശ്യമില്ലാതെ സംസാരിക്കരുത്. തെറ്റ് ചെയ്തത് അവളാണോ? അവളെ ചീത്തയാക്കിയവനല്ലേ തെറ്റുകാരൻ? അതെ, നിങ്ങളെ പോലത്തെ ആണുങ്ങൾ തെറ്റ് ചെയ്തില്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് ഈ ഗതി വരൂലായിരുന്നു. ഹലോ മാഡം, ഞങ്ങളൊന്നും അത്ര ആൾക്കാരല്ല കേട്ടോ. നീ ഇങ്ങനെ സംസാരിക്കരുത്. ഞങ്ങളും അമ്മയും പെങ്ങന്മാരും ഉള്ളവരാ. കെട്ടിയവളെ മാത്രമേ ഞങ്ങൾ നോക്കുകയുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഞങ്ങൾക്ക് പെങ്ങന്മാരാ. എന്തിനാ ഇപ്പൊ ഇവളോടൊക്കെ സംസാരിക്കുന്നേ? അവളോട് പുറത്തിറങ്ങാൻ പറ. അല്ലെങ്കിലുണ്ടല്ലോ. അല്ലെങ്കിൽ താൻ എന്ത് ചെയ്യും? ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയണോ? ഈ നാട്ടിൽ നിന്ന് ഞങ്ങൾ നിങ്ങളെ പുറത്താക്കും. മര്യാദയ്ക്ക് അവളെ പുറത്താക്ക്, അല്ലെങ്കിൽ എന്റെ ശക്തി ഞാൻ കാണിക്കും. ഇടി, ഒന്നും മിണ്ടാതിരിക്കടി. നാട്ടുകാരെ വെറുപ്പിച്ചിട്ട് നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. അവരുടെ ബന്ധുക്കൾക്ക് തന്നെ യാതൊരു പ്രശ്നമില്ല. പിന്നെ നീ എന്തിനു വിഷമിക്കണം? നിനക്ക് എന്തിന്റെ ആവശ്യം ഇതൊക്കെ? മര്യാദയ്ക്ക് അവളെ പുറത്തേക്ക് വരാൻ പറ. ഇപ്പൊ നീ ചെന്ന് പറയണോ അതോ ഞാൻ ചെന്ന് പറയണോ? റാണി, റാണി, റാണി.
ഓ കാലക്ക് എനിക്ക് വയ്യ. എന്നാടേ അളിയ ദേ നോക്കിക്കേ, ഇന്നലെ നമ്മളുടെ കൂടെ സംസാരിച്ച ആ ടീച്ചർ അല്ലേ അത്? ടീച്ചറോ എന്താണ് അവിടെ ക്ലാസ് എടുക്കാണോ? ദേ കണ്ടില്ലേ, ഇങ്ങനെ വിദ്യാഭ്യാസമുള്ളവരൊക്കെ വിദ്യാഭ്യാസമുള്ള ആളുകളെ തേടിയാൽ പിന്നെ നമ്മളൊക്കെ എന്ത് ചെയ്യൂടെ? വിട്ടേക്കടാ, രാത്രി അവളുടെ വീട്ടിൽ ഒരു പടക്കം ഇട്ടേക്കാം. അമ്മച്ചോ, വീട്ടിലാരും ഇല്ലേ? ആരാ ഈ പാതിരാത്രിക്ക് ഈ സമയത്ത്? ആ ഇങ്ങട് വാ പുറത്ത്. എന്താ ഈ സമയത്ത് ഇവിടെ? അതൊക്കെ പറയാ, നിന്റെ മോളെ ഒന്ന് പുറത്തോട്ട് വിളിക്കേ. അനുഷേ, എടി അനുഷേ, ഒന്ന് പുറത്തേക്ക് വാടി. എത്ര വിളിച്ചാലും അവള് വരില്ല. വീട്ടിലുണ്ടെങ്കിലല്ലേ പുറത്തു വരാൻ. വേറെ എവിടെയാണ് അവള്? സ്വന്തം മോള് പുറത്തേക്ക് പോകുമ്പോ എവിടെയാ പോകുന്നേന്ന് ആലോചിക്കണം. എടാ, അനാവശ്യമായിട്ട് ഒരു വാക്ക് ശബ്ദിച്ച ആരടുത്ത് എന്തു പറയണോ അതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ ഇരിക്കേണ്ട അടുത്ത് മനുഷ്യൻ ഇരുന്നില്ലെങ്കിൽ നായ കയറിയിരിക്കുന്നത് വെറുതെയാണോ പറഞ്ഞിരിക്കുന്നത്? മനസ്സിലായില്ലല്ലേ? നിനക്കൊന്നും ഒന്നും മനസ്സിലാവില്ല. നിന്റെ മോള് ഇന്നലെ അവളെ സപ്പോർട്ട് ചെയ്തില്ലേ? എന്തിനാ? ഇവളും അതേ കാര്യം തന്നെയല്ലേ ചെയ്യാൻ പോന്നേ. അപ്പൊ പിന്നെ അവൾക്കൊരു കൂട്ട് വേണ്ടേ? അതാണ് അങ്ങനെ പറഞ്ഞത് ഇന്നലെ. ഇതൊക്കെ ഒരു ജോലിയാണോ? എന്തായാലും നീ അവളെ കെട്ടിച്ചയക്കില്ലേ? അതിനുള്ളിൽ എന്താ ഇത്ര ധൃതി? ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കൂ. അനുവും ഞാനും ഒരുമിച്ച ജോലി ചെയ്യുന്നത്. ആ രീതിയിലേ ഞങ്ങൾ പെരുമാറാറുള്ളൂ. ഇവരെല്ലാരും ചേർന്ന് ഞങ്ങളെ രണ്ടുപേരും തെറ്റായിട്ട് സംസാരിക്കുകയാണ്. ഒരു കാര്യം കേട്ടോളൂ, ഇതുപോലെ സംസാരിക്കാൻ നിങ്ങൾക്ക് യാതൊരു അവകാശവുമില്ല. ആവശ്യമില്ലാത്തതൊക്കെ സംസാരിച്ച് ജനങ്ങളെ സംഘടിപ്പിക്കലാണല്ലോ നിങ്ങളുടെ പണി. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും തോന്നില്ല. രവി, നിനക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരിക്കാം, ഞങ്ങൾക്ക് പാരമ്പര്യം എന്താണെന്ന് അറിയാം. ഞങ്ങളുടെ അന്തസ്സ് ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. നാട്ടുകാരെയും വീട്ടുകാരെയും പറ്റിച്ച് പ്രേമിക്കുന്ന നിനക്കൊക്കെ എന്തറിയാനാ? ഇവനോടൊക്കെ എന്തിനാണ് ഇത്ര മര്യാദക്ക് സംസാരിക്കുന്നത്? ഇവനും ഇവളും കൂടി കാട്ടിനകത്ത് ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടതല്ലേ. രഘു, ആവശ്യമില്ലാത്തതൊക്കെ സംസാരിച്ച് നീ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കല്ലേ. അതിലൊരു സത്യവുമില്ല. ഞങ്ങൾക്കത് ആവശ്യമില്ല. ഞങ്ങൾ രണ്ടുപേരും അതുപോലെ ഇരിക്കണമെന്ന് എന്തിന്റെ ആവശ്യമാണ്? വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല. സ്നേഹത്തിന് എന്ത് പവിത്രതയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അമ്മ, ഞാൻ പറയുന്ന കേക്ക്. ദയവായി അനുവിനെ തെറ്റിദ്ധരിക്കല്ലേ. അനുഷ ഒരു നല്ല കുട്ടിയാണമ്മേ. ഞങ്ങൾ രണ്ടുപേരും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ദേ അമ്മ, ഞാൻ പറഞ്ഞേക്കാം ഒരു കാര്യം. നിന്റെ മോളും ദേ ഈ ചെക്കനും കൂടി കാട്ടിനകത്ത് കാണിച്ചു വെച്ചതൊക്കെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. നിങ്ങളൊക്കെ പറയുന്നത് കേൾക്കാൻ ഞങ്ങളൊക്കെ എന്താ മണ്ടന്മാരാണെന്നാണ് കരുതിയത്? ആവശ്യമുള്ളതൊക്കെ ചെയ്തു വെച്ചിട്ട് ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ പ്രേമമാണ് പോലും. ഇനി ഇതൊക്കെ നിങ്ങളെ കൊണ്ടൊന്ന് കാണിക്കാൻ ഞങ്ങൾ എന്താ വീഡിയോ ഷൂട്ട് ചെയ്യണോ? ആ, ഞങ്ങൾ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ പറഞ്ഞാൽ മതി. അല്ലെങ്കിലേ നിന്റെ മോളും മറ്റവളെ പോലെ അങ്ങ് പോകും. നിനക്കൊക്കെ അത് തന്നെ സംഭവിക്കണം. എന്നാലേ മനസ്സിലാവുള്ളൂ. ആവശ്യമില്ലാത്ത ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത് നോക്കിയ മോന്, നീ കുറച്ച് ഓവറായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇത് ഞങ്ങളുടെ നാട്ടുകാര്. നീ പുറം രാജ്യത്ത് നിന്ന് വന്നവനാ. നിനക്ക് എന്തിനാ ആവശ്യമില്ലാത്ത പണിയൊക്കെ? മര്യാദയ്ക്ക് ഇവിടുന്ന് പോയേക്ക്. എന്നെ പോവാൻ പറയാ. നീ ആരാ? അല്ല, ഞങ്ങളുടെ നാട്ടിൽ വന്ന് തെറ്റ് ചെയ്തിട്ട് നീ എന്താടാ പറയുന്നത്? ആ പറയടാ. രവി, രവി. അവനെ അടിച്ചു കൊല്ലടാ. നോക്കിയേ, നിങ്ങളോട് അവസാനമായിട്ട് ഞാൻ പറയുന്നു, ഇനി ഒരു പ്രാവശ്യം നിങ്ങളുടെ മകൾ ഇവനോട് കറങ്ങിയ പിന്നെ ഇവളെ ജീവനോട് കാണാൻ പറ്റില്ല. നീ വിഷമിക്കണ്ട അനു, നീ ഇവിടുന്ന് രക്ഷപ്പെട്ടേക്ക് പോ. നിങ്ങളുടെ നാട്ടിലെ പെണ്ണ് നിനക്ക് കാണല്ലേ? ആരുടെ നാട്ടിലൊന്നും ആരോടാ സംസാരിക്കുന്നത്? ഇവനെ വെറുതെ എവിടെ അടിച്ചു കൊല്ലണം. ഇനി ആരെങ്കിലും നാടിന്റെ പേര് കെടുത്താൻ ശ്രമിച്ചാൽ അവനും ഇതേ ഗതി തന്നെ ആയിരിക്കും. പ്രേമിക്കണമല്ലേ നിങ്ങൾക്കൊക്കെ? പ്രേമിക്കേ. എന്നെ എതിർക്കുന്ന ഒരുത്തനെ ഞാൻ ജീവനോടെ വിടില്ല.